ഹലോ ഗായ്സ്. സോ നമുക്കിന്ന് കൂട്ടുകറി പരീക്ഷിക്കാം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരാണ്. അപ്പം അച്ഛൻ ഫ്രഷായിട്ട് ചേന പറിച്ച് തന്നിട്ടുണ്ട്. ഫ്രഷ് ചേന എന്ന് പറഞ്ഞാൽ തണ്ടോടുകൂടി ഇപ്പം പറമ്പിൽ നിന്ന് പറിച്ചേ. ആക്ച്വലി ഇവിടെ എല്ലാ സാധനവും ഉണ്ട്. ചേന, കാച്ചിൽ, പിന്നെന്തുവാ ചീര, പയർ, അങ്ങനെ എല്ലാ സാധനവും ഉണ്ട്. അപ്പം നമുക്ക് ഇപ്പം കടയിൽ നിന്ന് സാധനം മേടിച്ചില്ലെങ്കിലും ഒരു നേരത്തേക്കുള്ള സാധനമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഫ്രഷ് ചേനയാണ് ഇന്ന് എടുത്തേക്കുന്നത്. തണ്ടോടുകൂടി ഇപ്പോൾ പറിച്ചുകൊണ്ട് പറിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം നമുക്കിന്ന് കൂട്ടുകറി വെക്കാം. ഓണമൊക്കെ അല്ലേ, അപ്പോൾ കൂട്ടുകറി വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പം ഞാൻ കണ്ണൂർ ഉള്ളപ്പം ഫസ്റ്റ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പം ചുട്ടുവിൻ്റെ ഫസ്റ്റ് ഓണം, അങ്ങനെ ചുട്ടിൻ്റെ ചോറൂണ്, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. സോ ഇതിപ്പോൾ അരിഞ്ഞ് നമ്മൾ ചേനയും കടലയും കൂടാണ് കൂട്ടുകറി വെക്കാൻ പോണേ. അപ്പം ചേന നമ്മളിനി ഒരുമാതിരി ഉണ്ടാക്കി രണ്ട് ചേന. അപ്പം ഇത് നമ്മളിന്ന് കഴുകി ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് നമുക്ക് അരിയണം. അപ്പം നമ്മൾ ചേനയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യൂബായിട്ട് അരിയണം. സോ നമ്മൾ കടല നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ദിവസം ഇട്ടുള്ള മാത്രമായിരുന്നു. അപ്പം ഇനി നമുക്ക് ചേന ക്യൂബായിട്ട് അരിയാം. പിന്നെ നല്ല ഫാം ഫ്രഷ് ചേന ആയതുകൊണ്ട് ഭയങ്കര ഈസിയാണ് മുറിക്കാനും. പിന്നെ വേഗം തോന്നുന്നു, നമുക്ക് നോക്കാം. ഞാൻ മാത്രമല്ല, അടുക്കളയിൽ അമൽ മിസ് ഉണ്ട്. അമൽ മിസ് അതേ ദോശ ഉണ്ടാക്കുന്നു. ഹായ് പറയാം അമൽ മിസ്. അപ്പം ചുപ്പൂസിയ കിടന്ന് ഉറങ്ങുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. കണ്ണൂരിപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഓണമാണ്. ആദ്യത്തെ ഓണം പ്രഗ്നൻ്റ് ആയിരുന്നപ്പം, രണ്ടാമത്തെ ഓണം കൊച്ചായപ്പം, അങ്ങനെ 2 ഓണമായി ഗൈസ്. ഇപ്പം കുറേ പേര് എന്നോട് ചോദിച്ചാൽ നീ എന്താ ഉറയിടുന്നതെന്നൊക്കെ. ഉറയിട്ടില്ലെങ്കിൽ എനിക്ക് കൈമുറിയെന്നുള്ള പേടിയാണ്, അതുകൊണ്ടാണ് ഉറയിടുന്നത്. ഉറയിടാതെ ചെയ്യുന്നവരുണ്ട് കേട്ടോ, ഭയങ്കര ഫാസ്റ്റായിട്ട്. ഞാൻ പിന്നെ കുക്കിങ്ങിൽ ഭയങ്കര എക്സ്പേർട്ട് ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും കൈമുറിയാം. അതുകൊണ്ടാണ് പിന്നെ ഉറയിട്ടുകൊണ്ട് ചെയ്യുന്നത്. ചേനയൊക്കെ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അടുത്തത് നമുക്ക് പച്ചക്ക വേണ്ടത്. നമ്മൾ കൂട്ടുകറിക്ക് പച്ചക്ക, ചേന, പിന്നെ കടല, ഇത്രയാണ് വേണ്ടത്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് പച്ചക്ക അരിയാം. ഇങ്ങനെ അരിഞ്ഞെടുക്കുക, എന്നിട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്യാം. നമ്മുടെ കൂട്ടുകാർക്കുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ക്യൂബ്സായിട്ടായിരിക്കും നമ്മൾ കട്ട് ചെയ്യണം. അമ്മ പറയുന്നുണ്ട് അവിയലിന് നീളത്തിൽ കട്ട് ചെയ്യണം, സാമ്പാറിന് റൗണ്ടിൽ കട്ട് ചെയ്യണം. അങ്ങനെ ഓരോ കറിക്കും ഓരോ രീതിയാണല്ലോ. പണ്ട് എനിക്കറിയത്തില്ലായിരുന്നു സാമ്പാറിന് നീളത്തിൽ റൗണ്ടിൽ, അങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു. ഇന്ന് കല്യാണം കഴിച്ചു, അന്ന് തൊട്ട് ഇതൊക്കെ പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ പിന്നെ അടുത്തൊരാളും കൂടെ വരും, അമ്മേ സാധനം തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളതിനും വെച്ച് കൊടുക്കണ്ടേ. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ജീവിക്കുന്നത്. ഫാം ഫ്രഷ് ചേന കൂടെ നന്നായിട്ട് ഇവിടെ കഴുകിയതാണ് ഓൾറെഡി. ഒന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ഹലോ ഗൈസ്, എന്താണ് ഞങ്ങളുടെ ചുട്ടു ഈസ് ഗോയിങ് ടു ബാത്ത്. ഞങ്ങൾ കുളിക്കാൻ പോവാണ്. നിങ്ങൾ കുളിച്ചിട്ട് വരാവേ. ടാറ്റാ. ശരി. ഇപ്പം നമുക്ക് ഇനി അടുത്ത കടല വേവിക്കാം. കടല വേവിക്കാനായിട്ട് നമ്മൾ ഇത് മൂടുന്ന ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, കടല മൂടുന്ന രീതിക്ക് വെള്ളം എടുക്കുക. എന്നിട്ട് ഇതിനകത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. പൊടിയും കൂടെ
ഇത് ഇവിടുത്തെ തന്നെ മഞ്ഞൾ, അച്ഛൻ പറിച്ച മഞ്ഞൾ എന്നിട്ട് അത് പൊടിയാക്കിയത്, അതുകൊണ്ട് നല്ല മണമായതിന്. അപ്പോൾ കുറച്ചിട്ടാൽ മതി, നല്ല കളറും നല്ല മണമൊക്കെയാണ്. സോ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 6-5 വിസിൽ വരുന്നവരെ നമുക്ക് വേവിക്കാം. ഉള്ളിയിൽ നമ്മൾ ചേനയും പച്ചക്കായും കൂടെ വേവിക്കാനായിട്ട് വെക്കാം. ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അപ്പം ഞാൻ അത് മൂടാനുള്ള വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് വേവിക്കാം. നമുക്ക് തേങ്ങയും ജീരകവും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ തേങ്ങ നമുക്ക് മൂപ്പിച്ചിടാനായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് തേങ്ങയും കുറച്ച് ജീരകവും, ഇച്ചിരി മതി, തുള്ളി ജീരകവും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. തേങ്ങയും ജീരകവും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 6 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം വിസിലൊക്കെ മാറി ഒന്ന് തുറന്ന് നോക്കാം. കടല വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. വെന്തിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇവനെ എടുത്തിട്ട് മറ്റവരുടെ കൂടെ അങ്ങിടണം. അപ്പം അവരൊന്ന് വേവട്ടെ. അപ്പം അറ്റ് ദ സെയിം ടൈം നമുക്ക് കടുക് വറുക്കാനുള്ള സാധനങ്ങളും കൂടെ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ മൂപ്പിച്ചെടുക്കാനായിട്ട് നമ്മൾ ആദ്യം ചീനിച്ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിക്കണു. അത് കഴിഞ്ഞ് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇടുക. പിന്നെ തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റി മീൻസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫാം ഫ്രഷ് കറിവേപ്പില ഇതെല്ലാം ഇവിടെ എല്ലാം ഉണ്ട്. നമുക്ക് കടുക് വറുക്കാം. അതിനകത്തോട്ട് തേങ്ങയും കൂടി ഇട്ടു നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ തേങ്ങ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ചേനയും പിന്നെ ഇതിൻ്റെ പേരെന്ത് വരുന്നത് പച്ചക്കയും കൂടെ വെന്തിട്ടുണ്ട്, ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് അരപ്പും പിന്നെ നമ്മുടെ കടലയും കൂടെ ചേർക്കാം. കുറച്ചുപ്പ് മതി, കാരണം ഉപ്പ് കൂടിപ്പോയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഉപ്പ് കുറഞ്ഞു പോയാൽ നമുക്ക് ഉപ്പ് ഇടാം, പക്ഷെ കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം കടലയ്ക്ക് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, ഇതിന് നമ്മൾ ഇച്ചിരി ഉപ്പിട്ടായിരുന്നു. അപ്പം ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പം നമ്മൾ ചെയ്തേക്കുന്നത്, നമ്മൾ വറുത്ത് വെച്ച തേങ്ങയും കൂടെ ആഡ് ചെയ്തു. ഓൾറെഡി ഇത് വെന്തിട്ടുണ്ട്. വറുത്ത് വെച്ച തേങ്ങയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ആ വറുത്ത തേങ്ങയും കൂടെ ഇങ്ങോട്ട് ആഡ് ചെയ്യുമ്പം എൻ്റെ സാറേ ഒരു മണം അങ്ങോട്ട് അടിക്കും. എന്നാ മണവാ, നീമേ ഞാൻ തന്നെ കൊടിവിടാതിരിക്കട്ടെ. ബട്ട് നല്ലതാണ് കേട്ടോ. നല്ല ആ എപ്പോഴും വറുത്തരയ്ക്കുന്നതിനൊരു ഗും കൂടുതലാണ് ആക്ച്വലി. നല്ല. അപ്പം നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കാനായിട്ട് ഞാൻ കൊടുക്കാൻ പോവാം. നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റ് നോക്കാം. അമ്മേ ടേസ്റ്റ് നോക്കിക്കേ. കുറച്ച് കുറച്ചുകൂടെ കുരുമുളക് പൊടി ഇട്ടെന്നല്ല, എരിവുണ്ട്, ഉപ്പുണ്ട്, എല്ലാം ഉണ്ട്. അല്ല അപ്പൊ അമ്മയുടെ ഒക്കെ നല്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഗൈസ്. ഓക്കെ ബൈ. അച്ഛാ ടേസ്റ്റ് നോക്കിക്കേ. വരുമില്ലേ? പോരെ? നമുക്ക് അമ്പലമസിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം ഗൈസ്. കൊള്ളാം ഗൈസ്, നല്ലതാണ്. നല്ല. സോ ഗൈസ്, നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഓണത്തിന് കൂട്ടുകറിയൊക്കെ ഇല്ലാതെ എന്തൊരു ഓണമാണല്ലേ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഡിഷാണ്. പ്രത്യേകിച്ച് നമ്മൾ വെജിറ്റേറിയൻസിനൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളത്. പിന്നെ അത് തന്നെയല്ല ഹെൽത്തിയാണ്, കാരണം കുറേ സാധനങ്ങളുണ്ടല്ലോ. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സോ ഇങ്ങനെ നമ്മുടെ കൂട്ടുകറി എല്ലാം സെറ്റായിട്ടുണ്ട്. ഇപ്പം അമ്മ ചോറ് ഉണ്ണുന്നു.
അപ്പം ഞങ്ങളുടെ ചുട്ടൂസിയ ഇവിടെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ചുട്ടൂസിയയുടെ അടുത്തേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹായ് ഗായ്സ്. അപ്പം ആളിപ്പോൾ എണീറ്റതേ ഉള്ളൂ. അതിൻ്റെ ഒരു ഇതുണ്ട്. സോ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്. എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിക്കുക. ഞാനിപ്പോൾ കണ്ണൂരായതുകൊണ്ട് ഓരോ ദിവസവും വെറൈറ്റി സാധനം ഉണ്ടാക്കാനായിട്ട് ഞാനും ട്രൈ ചെയ്യാം. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.